ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലെ അപകടകരമായ ട്രാൻസ്ഫോമറും വൈദ്യുതി ലൈനും നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിരവധി പരാതികളെ തുടർന്ന് വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കുവാൻ ഉത്തരവുണ്ടായിട്ടും ഇനിയും അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാലയമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃകാ പച്ചത്തുരുത്താണ് ഇത്. അഞ്ചു വർഷം മുമ്പ് സ്ഥാപിച്ച ഈ പാർക്കിലെ മരങ്ങൾ വളർന്നു പന്തലിച്ചു. മുളക്കൊമ്പുകൾ 30 മീറ്ററിലധികം വളർന്നു. ഇതിപ്പോൾ മുട്ടി നിൽക്കുന്നത് 36 kV ലൈനിലാണ്. ഇതിന് തൊട്ടുതാഴെയായി കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇതിന് മുകളിലൂടെയാണ് ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. ഈ അപകടാവസ്ഥയ്ക്ക് പിന്നാലെയാണ് സ്കൂളിന് സമീപത്തായി റോഡിലേക്ക് ഇറക്കി സ്ഥാപിച്ചിട്ടുള്ള ട്രാൻസ്ഫോമർ ഉള്ളത്. ഇതുൾപ്പെടെ മാറ്റി സ്ഥാപിച്ച് അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇത് വളരെ അപകടകരമായ രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ട വളരെ അടിയന്തരമായ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയിരക്കണക്കിന് കുട്ടികൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ അവർക്കൊന്ന് മാറി നിൽക്കാൻ പോലും പറ്റുകയില്ലാത്ത രീതിയിൽ വഴിയോട് ഓരം ചേർന്നാണ്, വളരെ അടുത്താണ് വഴിയോട് ചേർന്ന് ഈ ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അടിയന്തരമായി അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.